PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. PM കിസാൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പദ്ധതിയുടെ അടുത്ത 23ാമത്തെ ഗഡു തുക തടസ്സമില്ലാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്താൻ ഈ വരുന്ന ജൂൺ 30-നകം നിങ്ങൾ നിർബന്ധമായും eKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ കർഷകർക്ക് ലഭിക്കേണ്ട തുക പൂർണ്ണമായും തടസ്സപ്പെടും. അതുപോലെ തന്നെ PM കിസാൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരൊക്കെ തന്നെ സ്റ്റാറ്റസ് കൃത്യമാണോ എന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി PM കിസാൻ വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. eKYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ, ഈ 3 കാര്യങ്ങളും യെസ് എന്ന് തന്നെയാണോ കാണിക്കുന്നത് എന്ന് പരിശോധിക്കുക. സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് വീഡിയോയുടെ അവസാനം പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. eKYC ഇതുവരെ പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ eKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ eKYC ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പലരും കമൻറ്റിലൂടെ അറിയിക്കുന്നത് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് eKYC എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ eKYC നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഫേസ് ഓതൻറ്റിഫിക്കേഷൻ വഴി eKYC വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ഫോണിലൂടെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഹോം പേജിലെ ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്തുള്ള നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്യുക. തുടർന്ന് ഗെറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നൽകി സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളും ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാറ്റസും സ്ക്രീനിൽ തെളിയും. ഇനി രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ നൽകി OTP വഴി രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്താം. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.